നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ സ്ഥലവില കുത്തനെ കുറയുമെന്ന് ആവർത്തിച്ച UN ഉദ്യോഗസ്ഥനായ മുരളി തുമ്മാരക്കുടി ജപ്പാനിൽ 90 ലക്ഷത്തോളം വീടുകൾ ഒഴിഞ്ഞുകിടക്കുകയാണെന്ന വാർത്തയ്ക്ക് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ജനസംഖ്യ കുത്തനെ കുറഞ്ഞതാണ് ജപ്പാന് തിരിച്ചടിയായത്. അവർ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ജപ്പാനിലെ സമാന സാഹചര്യം കേരളത്തിലുണ്ടെന്ന് മുരളി തുമ്മാരക്കുടി പറയുന്നു. കേരളത്തിൽ പ്രധാനമായും 2 കാരണങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഒന്ന്, ജനസംഖ്യ കുറഞ്ഞു വരുന്നത്. മറ്റൊന്ന്, യുവാക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത്. ഇത് കേരളത്തിലെ സ്ഥലവില കുത്തനെ കുറയാൻ ഇടയാക്കും. നിലവിൽ വീടെടുക്കാനുള്ള സ്ഥലത്തിന് വിലയുണ്ടെങ്കിലും ഭാവിയിൽ അതിനും വില കുറയുമെന്ന് മുരളി തുമ്മാരക്കുടി പ്രവചിക്കുന്നു. മുരളി തുമ്മാരക്കുടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ജപ്പാനിലെ ഒഴിഞ്ഞ വീടുകൾ, കേരളത്തിലെ ഒഴിയുന്ന വീടുകൾ. ജപ്പാനിൽ 90 ലക്ഷത്തോളം ഒഴിഞ്ഞ വീടുകൾ. എന്താണ് ജപ്പാനിൽ സംഭവിക്കുന്നത് എന്നാണ് ചോദ്യം. റാഡിക്കലായ സംഭവമൊന്നുമല്ല. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് കുറയുന്ന പ്രദേശങ്ങളിൽ പുറത്തുനിന്നും കുടിയേറ്റം സംഭവിച്ചില്ലെങ്കിൽ ഇത് സ്വാഭാവികമാണ്. ഇതാണ് ഇപ്പോൾ ജപ്പാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജപ്പാനിൽ 1960കളിൽ തന്നെ ഫെർട്ടിലിറ്റി റേറ്റ് 2-ൽ താഴെയായി. എന്നിട്ടും ജപ്പാൻ കുടിയേറ്റത്തിന്റെ കാര്യത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ നിലനിർത്തി. ജപ്പാനിലെ ആളുകളുടെ ശരാശരി ആയുസ് 70 വയസ്സിൽ താഴെ എന്നുള്ളതിൽ നിന്നും 90-ന് മുകളിലേക്ക് ഉയർന്നതുകൊണ്ട് കുറച്ചുനാൾ കൂടി ജനസംഖ്യാ കുറവ് അനുഭവപ്പെട്ടില്ല. പക്ഷേ 2008-ന് ശേഷം ജനസംഖ്യ കുറഞ്ഞു തുടങ്ങി. 2008-ലെ ജനസംഖ്യയെക്കാളും ഏതാണ്ട് 25 ലക്ഷം ആളുകൾ ഇപ്പോൾ ജപ്പാനിൽ കുറവാണ്. ഇത് ജപ്പാന്റെ മാത്രം കഥയല്ല. ഏറെ താമസിയാതെ കേരളത്തിലും ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. കേരളത്തിലെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ തന്നെ 2-ന് താഴേക്ക് എത്തിയിരുന്നു. അതേസമയം തന്നെ നമ്മുടെ ആയുർദൈർഘ്യം വർദ്ധിച്ചുവെന്നതുകൊണ്ട് ജനസംഖ്യയിലെ കുറവ് ഇനിയും കണ്ടു തുടങ്ങിയിട്ടില്ല. ജനസംഖ്യയുടെ സാധാരണ പ്രൊജക്ഷൻ അനുസരിച്ച് തന്നെ 2035 ആകുന്നതോടെ നമ്മുടെ ജനസംഖ്യ താഴേക്ക് വന്നു തുടങ്ങും. പക്ഷേ അടുത്തിടെയായി കാണുന്ന കുട്ടികളുടെ വിദേശ കുടിയേറ്റത്തിന്റെ ട്രെൻഡ് കൂടി കണക്കിലെടുത്താൽ കാര്യങ്ങൾ നേരത്തെ ആകാനും മതി. 2010-ലെ കണക്കനുസരിച്ച് കേരളത്തിലും 10 ലക്ഷം വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. 2030 ആകുമ്പോഴേക്ക് പല കാരണങ്ങളാൽ അത് ഇരട്ടിയെങ്കിലും ആകും. കേരളത്തിലെ ഭൂമിയുടെ വില കുറയുമെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ വീടുണ്ടാക്കാനുള്ള ഭൂമിയുടെ വില കുറയുന്നില്ല എന്ന് ആളുകൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. പൊതുവെ അത് ശരിയുമാണ്. പക്ഷേ ജനസംഖ്യ കുറഞ്ഞു തുടങ്ങുകയും കൂടുതൽ വീടുകൾ അടഞ്ഞു കിടക്കുകയും ചെയ്യുമ്പോൾ അതും മാറും. ഇപ്പോൾ തന്നെ കേരളത്തിൽ പലയിടത്തും ഈ ട്രെൻഡ് കാണാനുണ്ട്. ഇതാണ് മുരളി തുമ്മാരക്കുടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം.